ോട് പറയട്ടെ, അതേ പെൺമക്കളെ സൂക്ഷിച്ചോ, ആൺമക്കളെയും സൂക്ഷിച്ചോ. ഈ ലോകം വല്ലാത്തൊരു ദുരന്തത്തിലേക്കാ പോകുന്നത്. അതേ കഴിഞ്ഞയാഴ്ച ഞാൻ ഫ്ലൈറ്റിൽ പോരുമ്പോ എനിക്കൊരു മാഗസിന്റെ ഒരു മാസിക കിട്ടി. ഞാനത് വായിച്ചു നോക്കുമ്പോ അതേ ഒരു മുസ്ലിം കുട്ടി എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പാണ് എന്റെ കയ്യിൽ കിട്ടിയത്. നോക്കൂ നിങ്ങൾ, ആ പത്രത്തിന്റെ കട്ടിങ്ങാണിത്. ഇളം മാംസ വിപണിയിലെ ഇരകൾ എന്ന ലേഖനം. ഇളം മാംസ വിപണി, അതേ ചെറിയ ചെറിയ കുട്ടികളെ വേശ്യാവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുന്നു. ആരാണ് ഈ കുട്ടികൾ? അമേരിക്കക്കാരികളല്ല, ലണ്ടനിലുള്ള മക്കളല്ല. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാട്ടുപാടിക്കൊണ്ട് താരാട്ടി നിങ്ങൾ വളർത്തിയ പൊന്നോമന മക്കൾ, അതേ തട്ടമിട്ട കുട്ടികൾ, മുഖമക്കനയിട്ട് കോളേജിൽ പോകുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളതാ. ഏതോ ഒരുത്തൻ പ്രേമം നടിച്ചപ്പോ അവന്റെ മുമ്പിൽ മാറു തുറന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു, മാറു തുറന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു, തുണി ഉരിഞ്ഞ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. ആ ചെക്കന്റെ കൂടെ കിടന്നു, ശാരീരിക ബന്ധം പുലർത്തി. ആ മനുഷ്യനതൊക്കെ മുഴുവൻ ക്യാമറയിൽ പകർത്തി. ഈ പൊന്നുമോളോട് ദിവസവും അതാ ഈ ചെക്കൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഞാനും നീയും തമ്മിൽ ബന്ധപ്പെട്ട ഈ ചിത്രമാണിത്, നിന്റെ മാറിന്റെ ചിത്രമാണിത്, നിന്റെ അരവയറിന്റെ ചിത്രമാണിത്, നിന്റെ കാൽത്തുടയുടെ ചിത്രമാണിത്. ഞാൻ പറയുന്നിടത്ത് കൃത്യസമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഞാനിത് ഫേസ്ബുക്കിലിട്ട് നിന്നെ നാറ്റിക്കും കേട്ടോ, നിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹറാസ് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടിയതാ ഓരോ ദിവസവും ഉമ്മയുടെ കണ്ണ് വെട്ടിച്ച്, ഉപ്പയുടെ കണ്ണ് വെട്ടിച്ച് ഈ കാമപിശാചുക്കളുടെ കിടപ്പറ പങ്കിടാൻ പോയി 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 ഗതിയില്ലാതെയായപ്പോ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന്റെ മുമ്പ് എഴുതി വെച്ച കുറിപ്പന്റെ മുസ്ലിമീകളൊക്കെ കേൾക്കണം. വേദനയോടെ അല്ലാതെ അത് വായിക്കാൻ കഴിയുന്നില്ല. അതേ ഈ കുട്ടി എഴുതിയത് കേട്ടോ, എല്ലാവരുടെയും ആഗ്രഹം സർവം ശരിയാവണമെന്നില്ല, സഫലമാകണമെന്നില്ല. അതുപോലെ എന്റെയും, എനിക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ആ കുട്ടി നല്ല അറബി അക്ഷരത്തിൽ, വെടിവൊത്ത അക്ഷരത്തിലായി എഴുതിയിരിക്കുന്നത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, തെറ്റുകൾ പൊറുത്തു തരണേ, ഖബറിലെ ശിക്ഷ എനിക്കുണ്ടാവല്ലേ. ഇത് വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പൊന്നുമോളെ, പ്രിയപ്പെട്ട മോളെ, നിന്നോടാരാ അവന്റെ കൂടെ പോകാൻ പറഞ്ഞത്? അവന്റെ കയ്യിൽ ഈ ചിത്രങ്ങൾ കിട്ടിയത് മോളെ നീ നിന്റെ മാറ് കാണിച്ചു കൊടുത്തിട്ടല്ലേ, അവന്റെ കൂടെ നിന്റെ ബ്ലൗസ് അഴിച്ച് നീ കിടന്നു കൊടുത്തിട്ടല്ലേ, അവന്റെ കൂടെ ശരീരം പകുത്തു കൊടുത്തിട്ടല്ലേ. എവിടെ നിന്നാ ഉമ്മമാരെ ഇത് പഠിച്ചത്? ആരാണിത് മനസ്സിലാക്കിയത്? ആരാണ് നിന്റെ ഉത്തരവാദികൾ? സർവ്വ കുട്ടികളുടെയും കൈകളിലതാ സർവ്വ സംവിധാനങ്ങളുമുള്ള മൊബൈലുകളുണ്ട്, നെറ്റ് സൗകര്യങ്ങളുണ്ട്, വീടുകളിലതാ TV ഉണ്ട്, സിനിമകളുണ്ട്, സീരിയലുകളുണ്ട്. നിരന്തരമായിട്ടത് കുട്ടികൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതേ അവർക്ക് പടച്ച റബ്ബിനെ കുറിച്ച് പേടി കൊടുത്തിട്ടില്ല. അതേ കുട്ടികൾ 5ാം ക്ലാസ് വരെ കയറിയാൽ മദ്രസയിൽ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ കുട്ടിക്ക് ട്യൂഷനാണ്, സ്കൂളിൽ പരീക്ഷയാണ്, അവന് പ്രത്യേകം കോഴ്സുകളാണ്. അതുകൊണ്ട് പിന്നെ ഒരൊറ്റ മതം പറയുന്ന സ്റ്റേജിലേക്കും പിന്നെ ആ മോനെ കാണില്ല, ആ മോളെ കാണൂല. അങ്ങനെ ടീനേജുകാര്, കൗമാരപ്രായത്തിലുള്ള പെണ്ണുങ്ങൾ, കുട്ടികൾ, ആൺകുട്ടികളൊക്കെ വളരെ മോശത്തിലേക്ക് പോകുന്നു. പടച്ച റബ്ബിനെ അവര് ഭയപ്പെടുന്നില്ല. ഉമ്മ ഉറങ്ങിയോ എന്നാണ് നോക്കുന്നത്, ഉപ്പ ഉറങ്ങിയോ എന്നാണ് നോക്കുന്നത്. അവരാരുറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ, ഉറങ്ങാത്ത എന്റെ റബ്ബിന്റെ കണ്ണുകൾ എന്നെ പിന്തുടരുന്നു, എന്നെ വീക്ഷിക്കുന്നു. ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് എന്തേ കൊടുക്കാതെ പോയത്? ഉമ്മമാരെ മനസ്സിലാക്കണം. ഇത് പെരുവണ്ണാമൊഴിയിലുള്ള നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയല്ലേ ഈ ആത്മഹത്യ കുറിപ്പ് എഴുതിയത്? ഒരുപാട് കുട്ടികളല്ലേ അതേ ടൈൽസ് പണിക്കാരന്റെ കൂടെ ചാടിപ്പോകുന്നത്, ബംഗാളികളുടെ കൂടെ ചാടിപ്പോകുന്നത്, അന്യമതക്കാരന്റെ കൂടെയും സ്വന്തം മതക്കാരന്റെ കൂടെയും ചാടിപ്പോകുന്നത്. കോടതിയിൽ വെച്ച് ഉമ്മയും ബാപ്പയും പൊട്ടിക്കരയുമ്പോ, പൊന്നുമോളെ നീ ഞങ്ങളെ വിട്ടു പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ, ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ഇത്രകാലം തന്നെ താരാട്ടി പാടിക്കൊണ്ട് പാലൂട്ടി വളർത്തിയ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പോറ്റുമ്മയുടെയും ബാപ്പയുടെയും മുഖത്ത് നോക്കിയിട്ട് തള്ളേ നിങ്ങളെ എനിക്ക് വേണ്ട, പാപ്പാ നിങ്ങളെ എനിക്ക് വേണ്ട, എനിക്ക് ഇന്നലെ വന്ന കണാരൻ മതി, ഇന്നലെ വന്ന അമ്മദ് മതി, ഇന്നലെ വന്ന ജോസഫ് മതി എന്നും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് നിഷ്കരുണം ഈ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചുകൊണ്ട് വാഹനം കയറി പോകുന്ന പെണ്ണേ, അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത ഉമ്മമാരെ, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ പോയതിന്റെ ദുരന്തമല്ലേ ഈ സമുദായം ഏറ്റുവാങ്ങുന്നത്? അള്ളാഹ് നമ്മോട് കൽപ്പിച്ചതല്ലേ? ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തടിയ ശരീരത്തെ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. ഇത് പരലോകത്തെത്തിയിട്ടാണോ നമ്മൾ കാക്കേണ്ടത്? അവിടെ എത്തിയിട്ടാണോ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത്? അവിടെ എത്തിയിട്ട് നമുക്ക് വല്ലവരെയും രക്ഷിക്കാനാകുമോ? ഇല്ല ഇല്ല, ഇത് ദുനിയാവിൽ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. മക്കളോട് പഠിപ്പിച്ചു കൊടുക്കും, മകനോട് പഠിപ്പിച്ചു കൊടുക്കും, റബ്ബാരെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. എല്ലാവരും ഉറങ്ങിയാലും മയങ്ങിയാലും ഉറങ്ങാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത സർവാധിരാജൻ കാണുന്നുണ്ട് മോനെ മോളെ, കേൾക്കുന്നുണ്ട് മോനെ മോളെ, അറിയുന്നുണ്ട് മോനെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ ആദർശത്തിലേക്ക് അവരെ കൊണ്ടുപോകണ്ടേ, നല്ല നിലക്ക് അവരെ പുറത്തേക്ക് ഇറക്കണ്ടേ. അതേ പിശാചിന് മാത്രം സന്തോഷം തോന്നുന്നു ഇറുകിപ്പിടിച്ച പാൻസും ചുരിദാറും ധരിപ്പിച്ചിട്ട് എവിടുക്കാവുന്ന ഈ കുട്ടിയെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്? നരകത്തിലേക്കല്ലേ? കസിയാത്തുൻ അരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹാ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാലില്ല. മുഴുവനതാ പുറത്തേക്ക് കാണിക്കുകയാണ്, ഇറുകിയ വസ്ത്രമാണ്, മാറു കാണിക്കുകയാണ്, കൈത്തണ്ട കാണിക്കുകയാണ്, കഴുത്ത് കാണിക്കുകയാണ്, മുടി കാണിക്കുകയാണ്, അന്യന്റെ കൂടെ കൊഞ്ചിക്കൊഴയുകയാണ്, മണിക്കൂറുകളോളം മൊബൈലിൽ സംസാരിക്കുകയാണ്, ഇന്റർനെറ്റിലതാ ജോലി കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ സ്കൂൾ വിട്ടു വരുന്ന, കോളേജ് വിട്ടു വരുന്ന ഉമ്മമാരെ, അതേ കുട്ടികൾക്ക് ഉമ്മമാരോട് സംസാരിക്കാൻ നേരമില്ല. അവൻ മറ്റു പലരോടും ചാറ്റ് ചെയ്യുന്നു. സ്വന്തം വീട്ടിലെ ഉപ്പയുമായി സംസാരിക്കാൻ നേരം വേണ്ടേ? മണിക്കൂറുകളോളം അവൻ പലരുമായും ചാറ്റിങ്ങിലാണ്. ഇങ്ങനെ ചാറ്റിങ്ങിൽ പെട്ട് ചീറ്റിങ്ങിൽ അകപ്പെട്ടു പോയ, ചതിക്കുഴികളിൽ പെട്ടുപോയ എത്രയോ ആളുകളില്ലേ? ശ്രദ്ധിച്ചാൽ നല്ലത്. അല്ലാഹുവിന്റെ കാവലുണ്ടാകണം, അതിനുവേണ്ടി ദുആ ചെയ്യണേ. പടച്ച റബ്ബിന്റെ കാവലാവേണ്ടത്. ഈ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് ഭാര്യാഭർത്താക്കൾ തമ്മിൽ തല്ലുന്നത്. അതല്ലേ ഒരു ഭർത്താവെന്ന് പറയുന്ന ഒരുത്തൻ അവന്റെ ഭാര്യയെയും കുട്ടികളെയും അതാ പുഴയിലെറിഞ്ഞ് കൊന്നത്, ആ കുട്ടികൾ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് മരിക്കുന്നത് ഈ കാട്ടാളനായ ഭർത്താവെന്ന് പറയുന്ന കെലിമ ചൊല്ലിയ മാപ്പിള നോക്കി നിന്നില്ലേ? എന്തൊരു മൃഗം പോലും ചെയ്യാത്ത, നാണമില്ലാത്ത ഏർപ്പാട്. ആരായതിന്റെ പിന്നിൽ? അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ബോധവൽക്കരണമല്ലാതെ മക്കള് നന്നാവൂല, ഭർത്താവ് നന്നാവൂല, ഭാര്യ നന്നാവൂല. ആർക്കും മാറ്റം വരും ബോധവൽക്കരണം കിട്ടുമ്പോ, റബ്ബിന്റെ തൗഫീഖ് കിട്ടുമ്പോ. അതുകൊണ്ടല്ലേ ഓരോരുത്തർക്കും വേറെ വേറെ തന്നെ അവർക്ക് പ്രത്യേകം അതാ ഉത്ബോധനങ്ങൾ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗമതാ MSM 10-17 കൊല്ലമായിട്ട് ഡോക്ടർമാർക്കും എഞ്ചിനീയർമാരും അടങ്ങുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ച് അവർക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് അവരുടേതായ ക്യാമ്പസിലെ പ്രശ്നങ്ങൾ പോലും ചർച്ചക്കെടുത്തുകൊണ്ട് സ്വതന്ത്രമായി സംസാരിക്കാനും സംവദിക്കാനും അവസരം വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രോസ്കോൺ എന്ന് പറയുന്ന പരിപാടി ആയിരങ്ങളെയല്ലേ മാറ്റം വരുത്തിയത്. പല ഡോക്ടർമാരെയും നിങ്ങൾ